അനുപമ പരമേശ്വരൻ അതീവ ഗ്ലാമറസായി എത്തുന്ന ചിത്രമാണ് ടിലു സ്ക്വയർ. നടിയുടെ ലിപ് ലോക്ക് രംഗങ്ങളും ഹോട്ട് സീനുകളും അടക്കമുള്ള ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പുതിയ ചിത്രത്തിലെ തന്റെ ഗ്ലാമറസ് വേഷത്തെക്കുറിച്ച് അനുപമ പരമേശ്വരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ പ്രായത്തിൽ തനിക്ക് വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനാണ് ആഗ്രഹമെന്നാണ് അനുപമ പരമേശ്വരൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. തന്റെ 19-ാം വയസ്സിൽ പ്രേമം ആ പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ചു. പക്ഷേ ഇപ്പോൾ തനിക്ക് പ്രായം 29ആയി. അതിനാൽ തനിക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ ഇനി ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, താൻ ഒരേതരം റോളുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരും പ്രേക്ഷകരും ഒക്കെ ചോദിക്കുവാൻ തുടങ്ങി. ടിലു സ്ക്വയറിലെ ലില്ലിയെ പോലെയുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സിനിമ എന്ന് നിങ്ങൾ അന്വേഷിക്കും. താൻ പിന്നെ എന്ത് ചെയ്യണം? വീട്ടിലിരിക്കണോ? എല്ലാത്തരം വേഷങ്ങളും ചെയ്യുവാൻ തനിക്ക് ഇഷ്ടമാണെന്നാണ് അനുപമ പരമേശ്വരൻ പറയുന്നത്. സംവിധായകൻ നൽകിയ വേഷത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ട്. ടിലു സ്ക്വയറിലെ ലില്ലി എന്ന കഥാപാത്രം തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കുമെന്നാണ് അനുപമ പരമേശ്വരൻ പറയുന്നത്. നടി എന്ന നിലയിൽ തനിക്ക് പരിമിതികളുണ്ടെന്നും അനുപമ പരമേശ്വരൻ തുറന്നു പറയുന്നുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രത്തിന് യോജിച്ച വിധത്തിലാണ് അഭിനയിച്ചതെന്നും അനുപമ പറയുന്നു. DJ ടില്ലുവിനേക്കാളും 10 മടങ്ങ് ഗ്ലാമർ വേഷത്തിലാണ് താരം ടിലു സ്ക്വയറിൽ പ്രത്യക്ഷപ്പെടുന്നത്. അനുപമ ഈ സിനിമയ്ക്ക് വേണ്ടി വലിയൊരു തുക പ്രതിഫലമായി വാങ്ങിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ടാണോ നടി പ്രതിഫലം വർദ്ധിപ്പിച്ചതെന്ന ചോദ്യവും ഇതിന് പിന്നാലെ ഉയർന്നു വന്നു. സാധാരണ തെലുങ്കിൽ അനുപമയ്ക്ക് 1 കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കാറുള്ളത്. എന്നാൽ ടിലു സ്ക്വയർ എന്ന ചിത്രത്തിന് 2 കോടി രൂപയാണ് അനുപമയ്ക്ക് പ്രതിഫലമായി ലഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. സിദ്ധു ജൊന്നലഗഡെയാണ് ചിത്രത്തിലെ നായകൻ. ഇപ്പോഴിതാ ഈ ചിത്രത്തിലെ പുതിയ ഗാനവും പുറത്തു വന്നിട്ടുണ്ട്. മാലിക് റാം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ഓ മൈ ലില്ലി എന്നാരംഭിക്കുന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത്. നായകൻ സിദ്ധുവും രവി ആന്റണിയും ചേർന്നാണ് ഗാനരചന. അച്ചു രാജാമണി സംഗീതം പകർന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീറാം ചന്ദ്രയാണ്. അതേസമയം 2022 പുറത്തിറങ്ങിയ ക്രൈം കോമഡി ചിത്രം DJ ടില്ലുവിന്റെ 2ാം ഭാഗമാണ് ഈ സിനിമ. മാലിക് റാമാണ് സംവിധായകൻ. സായി പ്രകാശ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ചിത്രം മാർച്ച് 29-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നേരത്തെ പലതവണ ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിവെച്ചിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണമാണ് റിലീസ് മാറ്റിവെക്കാൻ കാരണം. എന്തായാലും വലിയ ആരാധക വൃന്ദമുള്ള അനുപമ പരമേശ്വരൻ ഇപ്പോൾ തെലുങ്കിലാണ് തരംഗം തീർക്കുന്നത്. അനുപമയുടെ ബോൾഡ് വേഷങ്ങളാണ് ഇപ്പോൾ ടോളിവുഡിലെ ചർച്ചാ വിഷയം. നേരത്തെ റൗഡി ബോയ്സ് എന്ന സിനിമയിൽ വളരെ ഗ്ലാമർ കഥാപാത്രത്തെ അനുപമ അവതരിപ്പിച്ചിരുന്നു. ഇതിലെ ലിപ് ലോക്ക് രംഗങ്ങൾ ഇന്റർനെറ്റിലും വൈറലായിരുന്നു. ജയം രവിക്കൊപ്പം സൈറൺ എന്ന ചിത്രമാണ് അനുപമ പരമേശ്വരൻ അവസാനം അഭിനയിച്ച് റിലീസായത്. ചിത്രത്തിൽ ജയം രവിയുടെ ജോഡിയായിട്ടാണ് അനുപമ എത്തിയത്. ഇനി മലയാളത്തിലേക്കും തിരിച്ചുവരവിനൊരുങ്ങുകയാണ് അനുപമ പരമേശ്വരൻ. അടുത്തതായി അനുപമ അഭിനയിക്കുന്ന സിനിമ മലയാളത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.